ഹലോ ഫ്രണ്ട്സ്, മഴതോരും മുൻപേ സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ സത്യമെല്ലാം അറിഞ്ഞതിനു ശേഷം തകർന്ന മനസ്സോടു കൂടിയായിരിക്കട്ടെ ബാലചന്ദ്രൻ തിരികെ വീട്ടിലേക്ക് വരുന്നത്. നീലഗിരിയിൽ പോയതിനു ശേഷം എല്ലാ സത്യങ്ങളും മനസ്സിലാക്കിയിട്ട് ആകെ തകർന്ന് തരിപ്പണമായ ഒരു മനസ്സോടു കൂടിയായിരിക്കട്ടെ ബാലചന്ദ്രൻ വരുന്നത്. ബാലചന്ദ്രൻ ഒരുപാടധികം ഗംഗാധരനോട് ദേഷ്യപ്പെട്ട് പറഞ്ഞിട്ട് ഇത്ര കാലം 10-22 വർഷമായിട്ട് എല്ലാവരും ചേർന്നിട്ട് എന്നെ ചതിക്കുമായിരുന്നു. സ്വന്തം ഭാര്യ പോലും തന്നെ ഒരു കോമാളിയാക്കുമായിരുന്നു. ഒരു കുടുംബം മൊത്തം എല്ലാ സത്യങ്ങളും മനസ്സിലാക്കിയതിനു ശേഷം വൈജയന്തിയെ തന്റെ തലയിലേക്ക് കെട്ടിവെക്കുമായിരുന്നു. അതിനെല്ലാം ഒന്നും അറിയാത്തതുപോലെ താൻ ഒരു കോമാളിയായി നിന്നു എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിനെ ബാലചന്ദ്രൻ ആകങ്ങനെ സമനില തെറ്റിയതുപോലെയാവാണ്. അങ്ങനെ ഗംഗാധരനോട് ബാലചന്ദ്രൻ അങ്ങനെ പൊട്ടിത്തെറിക്കുന്ന സമയത്തിന് ഗംഗാധരന് ഒന്നും തന്നെ ചെയ്യാൻ പറ്റുന്നില്ല. കാരണം അംഗീകരിച്ചേ പറ്റൂ, തന്റെ ഭാഗത്തും തന്റെ വീട്ടുകാരുടെ കുടുംബക്കാരുടെ ഭാഗത്തും തന്നെയാണല്ലോ തെറ്റ്. സത്യമെല്ലാം ബാലചന്ദ്രൻ മനസ്സിലാക്കുമെന്ന് ഇവരൊട്ടും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല. എങ്ങനെയൊക്കെയോ ബാലചന്ദ്രൻ സത്യം മനസ്സിലാക്കിയിട്ട് ഇതൊക്കെ പറയുന്ന സമയത്തിന് അത് കേൾക്കാനേ വിധിയുള്ളൂ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടായിരിക്കും അതും കേട്ട് നിൽക്കുന്നത്. ഏതായാലും നീലഗിരിയിലൊക്കെ പോയിട്ട് ബാലചന്ദ്രൻ നേരെ തിരികെ വീട്ടിലേക്ക് വരുന്ന സമയത്തിന് സ്നേഹത്തോടു കൂടി തന്നെ ആയിരിക്കട്ടെ അലീന സ്വീകരിക്കുന്നത്. പെട്ടെന്ന് ബാലചന്ദ്രനെ കാണുന്ന സമയത്തിന് അലീനക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. എന്നിട്ട് സാർ എവിടെയായിരുന്നു ഇന്നലെ, കുറെ നേരമായിട്ട് ഞങ്ങളാകെ ടെൻഷൻ അടിച്ചു എന്നൊക്കെ പറയും. എന്നാൽ ബാലചന്ദ്രനാണെങ്കിൽ അലീനയോട് പിന്നെ ഭയങ്കര ദേഷ്യത്തിലായിരിക്കട്ടെ മറുപടിയൊക്കെ കൊടുക്കുന്നത്. എന്താ, ഞാൻ എവിടെ നിന്നും പോകുന്ന സമയത്തൊക്കെ നിന്റെ സമ്മതം കിട്ടിയിട്ട് വേണോ പോവാൻ, എല്ലാത്തിനും നിന്നോട് ഞാൻ സമ്മതം ചോദിക്കണോ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുമായിരിക്കും. എന്നാൽ ഒട്ടും പ്രതീക്ഷിക്കാതെ ബാലചന്ദ്രന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഭയങ്കര ദേഷ്യത്തിലൊരു മറുപടി കേൾക്കുന്ന സമയത്തിന് അലീനക്കത് ഭയങ്കര സങ്കടമായിരിക്കും. ഏതായാലും സാറ് വന്നല്ലോ എന്ന സന്തോഷത്തിൽ അലീന വേഗം പോയിട്ട് ബാലചന്ദ്രന് കോഫി എടുക്കാൻ പോകും. എന്നാൽ ഇതേ സമയത്തൊക്കെ ബാലചന്ദ്രനാണെങ്കിൽ ആകെ ഒരു ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലായിരിക്കും. സത്യമൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം തുടങ്ങിയതാണ് തല തരിച്ചിങ്ങനെ വരുമായിരിക്കും. അതുകൊണ്ട് തന്നെ ദേഷ്യപ്പെട്ട് വാതിലടച്ചിട്ടിങ്ങനെ റൂമിൽ കുറ്റിയിട്ടിരിക്കുകയാണ്. അലീന ആണെങ്കിൽ ബാലചന്ദ്രനുള്ള കോഫിയൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം അവിടെ വന്ന് നിൽക്കുകയാണ്. എന്നിട്ട് കുറേ നേരമായിട്ട് ഡോറ് തുറക്കുന്നില്ല. കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷം ഡോറൊക്കെ ഇങ്ങനെ മുട്ടു നോക്കുന്ന സമയത്തും ഡോറ് തുറക്കുന്നില്ല. അന്നേരം അലീന ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കോഫി നേരെ ടേബിളിൽ അടച്ചു വെച്ചിട്ട് നേരെ മുത്തശ്ശിയുടെ മുറിയിലേക്ക് പോകുന്നുണ്ട്. മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെന്നുകൊണ്ടതിന് അലീന കാര്യം പറയുന്നുണ്ട്. ബാലചന്ദ്രൻ സാർ ഏതായാലും തിരികെ വന്നിട്ടുണ്ട്, പക്ഷേ സാറിന്റെ മൂഡ് അത്ര ശരിയല്ലെന്ന് തോന്നുന്നു, സാറിന് എന്തോ ഭയങ്കര ദേഷ്യമുണ്ട് എന്നൊക്കെ പറയും. എന്നാൽ ബാലചന്ദ്രൻ തിരികെ വന്നു എന്നറിഞ്ഞതോട് കൂടി തന്നെ മുത്തശ്ശിക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ആ ബാലേന്ദ്രൻ വന്നോ, എന്നിട്ട് നീ ചോദിച്ചില്ലേ അവനോട്, അവൻ എങ്ങോട്ടേക്കാ പോയത് നീ ചോദിച്ചില്ലേ എന്ന് ചോദിക്കുന്ന സമയത്തിന് അലീന പറയുന്നുണ്ട്, സാറ് വന്ന പാടത്തിന് ഞാൻ അതാണ് ചോദിച്ചത്, പക്ഷേ സാർ എന്നോട് ദേഷ്യത്തിലാണ് മറുപടി നൽകിയത്. സാറിന്റെ മനസ്സിൽ വേറെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ കടന്ന് കളിക്കുന്നുണ്ടെന്നുള്ള കാര്യം എനിക്ക് തോന്നുന്നുണ്ട് മുത്തശ്ശി എന്നൊക്കെ പറയണ അലീന. എന്നാ പിന്നെ അതെന്തെങ്കിലും ബിസിനസ് സംബന്ധമായിട്ടുള്ള കാര്യമായിരിക്കുമെന്ന് പറയുന്നുണ്ട് മുത്തശ്ശി. ഏതായാലും ബാലചന്ദ്രൻ തിരികെ വന്നു എന്ന ആശ്വാസത്തിലായിരിക്കും മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, ബാലചന്ദ്രൻ തിരികെ എത്തിയെന്ന കാര്യം നീ വൈജയന്തി വിളിച്ച് അറിയിച്ചോ എന്ന് ചോദിക്കുന്ന സമയത്തിന് അലീന പറയുന്നുണ്ട്, ഇല്ല, അതിന് മാഡത്തിന്റെ നമ്പറൊന്നും എന്റെ കയ്യിലില്ല എന്ന് പറയും. അപ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, എന്നാ പിന്നെ അത് എന്റെ ഫോണിൽ കാണത്തില്ലേ എന്ന് ചോദിക്കുന്ന സമയത്തിന് അലീന പറയുന്നുണ്ട്, ഇല്ല മുത്തശ്ശി, ഇതിൽ മനുവേട്ടന്റെയും ബാലചന്ദ്രൻ സാറിന്റെയും അതുപോലെ തന്നെ രേവതി കുട്ടിയുടെയും നമ്പർ മാത്രമേ ഉള്ളൂ. ആ എങ്കിൽ പിന്നെ വേണ്ട, അവൾ വരുമ്പോൾ നേരിട്ട് കാണട്ടെ എന്ന് പറഞ്ഞ് നിൽക്കുകയാണ് മുത്തശ്ശി. അങ്ങനെ മുത്തശ്ശിയോട് സംസാരിച്ചതിന് ശേഷം അലീന നേരെ കിച്ചണിലേക്ക് പോയിട്ട് ബാക്കി ഓരോ ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്തൊക്കെ ബാലചന്ദ്രനാണെങ്കിൽ ഭയങ്കര ദേഷ്യത്തിലായിരിക്കും. ഡോറൊക്കെ തുറന്ന് ഭയങ്കര ദേഷ്യത്തിൽ അങ്ങോട്ടേക്ക് പുറത്തേക്ക് വരുന്നുണ്ട്. ബാലചന്ദ്രനാണെങ്കിൽ ഒരേ ഒരു ചിന്തയായിരിക്കും, 10-22 വർഷമായിട്ട് വൈജയുടെ കുടുംബക്കാരെല്ലാം ചേർന്നിട്ട് തന്നെ ഒരു വിഡ്ഢിയാക്കി, തന്നെ ഒരു കോമാളിയാക്കി, എല്ലാവരും ചേർന്നുകൊണ്ട് തന്നെ ചതിക്കുവാണല്ലോ എന്നൊക്കെ ചിന്തിച്ച് അത് തന്നെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അവരുടെ വിവാഹം ആൽബമൊക്കെ തുറന്നു നോക്കുന്നുണ്ട്. സങ്കടം സഹിക്കാനേ കഴിയുന്നില്ല. താൻ ജീവനോടെ സ്നേഹിച്ചതല്ലേ വൈജയന്തിയെ, ഒരുപാടധികം സ്നേഹിച്ച് ഒരുപാടധികം ആഗ്രഹിച്ച് സ്വന്തമാക്കിയതാണ്. അപ്പോൾ 22 വർഷം തന്റെ കൂടെ ജീവിക്കുന്ന സമയത്ത് ഒരിക്കലെങ്കിലും ഈ സത്യം വൈജയന്തിക്ക് തന്നോട് തുറന്നു പറയാമായിരുന്നു. ഒന്നുമില്ലെങ്കിലും തന്റെ 3 മക്കളുടെ അമ്മയല്ലേ അവൾ അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അവളുടെ മനസ്സിൽ എന്നോട് ഇത്തിരിയെങ്കിലും സ്നേഹമുണ്ടായിരുന്നെങ്കിൽ അവൾ ചെയ്തിരിക്കുന്ന ആ ഒരു വലിയ തെറ്റ് എന്നോട് ഏറ്റു പറയുമായിരുന്നു. അവളുടെ മനസ്സിൽ ഇത്തിരിയെങ്കിലും കുറ്റബോധമുണ്ടെങ്കിൽ ആ സത്യം അവൾ എന്നോട് തുറന്നു പറയേണ്ടതായിരുന്നു എന്നൊക്കെ ചിന്തിച്ച് ബാലചന്ദ്രന് വീണ്ടും ഇങ്ങനെ ഭ്രാന്ത് പിടിക്കുന്നത് പോലെയാവേണേ. എന്നാൽ ഇത്രയായിട്ടും അവൾ എന്നോടൊന്നും തുറന്നു പറയാത്ത സ്ഥിതിക്ക് അവൾ ഒരിക്കൽ പോലും എന്നെ സ്നേഹിച്ചിട്ടില്ല. അവളുടെ മനസ്സിൽ ഒരിക്കൽ പോലും ഞാനില്ലായിരുന്നു. ഞാൻ ഇപ്പോഴും വേറൊരു കോമാളിയായി, ഞാനൊരു വിഡ്ഢിയായി എന്നൊക്കെ പറഞ്ഞ് സ്വയം ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ബാലചന്ദ്രൻ. അവരെല്ലാവരും എല്ലാ സത്യം അറിഞ്ഞിട്ട് പോലും എല്ലാം തന്നിൽ നിന്ന് മാത്രം മറച്ചു വെച്ചു. എന്നിട്ട് അവരെല്ലാവരും ചേർന്നിട്ട് എന്നെ മാത്രം ഒരു വിഡ്ഢിയാക്കുമായിരുന്നു, എന്നെ മാത്രം ഒരു കോമാളിയാക്കുമായിരുന്നു. അതിനൊക്കെ കൂട്ടുനിന്നു കൊടുത്തത് എൻ്റെ ഭാര്യ. ഇതിനൊക്കെ കൂട്ടുനിന്ന വൈജയന്തി ഇനി ഒരിക്കലും എനിക്ക് ഭാര്യയായിട്ട് അംഗീകരിക്കാൻ പറ്റില്ല. ഇത്ര കാലം എന്നെ ചതിച്ച ആ ഒരു വഞ്ചകയെ ഒരിക്കലും, ആ ഒരു മൂദേവിയെ ഇനി ഒരിക്കലും എനിക്ക് ഭാര്യയായിട്ട് കാണാൻ കഴിയില്ല.
ബാലചന്ദ്രൻ ഏതായാലും അതൊക്കെ ചിന്തിച്ച് ആകെ ദേഷ്യപ്പെട്ടിങ്ങനെ പുറത്തേക്ക് വരികയാണ്. അങ്ങനെ നേരെ കിച്ചണിലേക്ക് വന്ന് നോക്കുന്ന സമയത്തിന് അലീനെ അവിടെ കാണും. അലീനെ കാണുന്ന സമയത്തിന് ബാലചന്ദ്രന് വീണ്ടും ദേഷ്യം വരികയാണ്. കാരണം 10-22 വർഷങ്ങൾക്ക് മുൻപ് വൈജയന്തിക്ക് ജനിച്ച സ്വന്തം മകളല്ലേ അലീന. അപ്പോൾ അലീനെ കാണുന്ന സമയത്തിന് ബാലചന്ദ്രന് വീണ്ടും ദേഷ്യം വരികയാണെന്ന് മാത്രമല്ല, ദേഷ്യത്തോടു കൂടി തന്നെ അലീനയുടെ കയ്യും പിടിച്ച് വലിച്ചിങ്ങനെ കൊണ്ടുപോവാണ്. അപ്പോൾ അലീനക്കൊന്നും മനസ്സിലാവുന്നില്ല. അലീനെ ചോദിക്കുന്നുണ്ട്, സാർ എന്തായി ചെയ്യുന്നത്, എന്റെ കയ്യിൽ നിന്ന് വിടൂ എന്നൊക്കെ പറയും. എന്നാൽ അലീനെ വലിച്ചയച്ചു കൊടുത്തിട്ട് ബാലചന്ദ്രൻ നേരെ കൊണ്ടുപോകുന്നത് മുത്തശ്ശിയുടെ മുറിയിലേക്കാണ്. ദേഷ്യത്തിൽ തന്നെ ബാലചന്ദ്രൻ നേരെ മുത്തശ്ശിയുടെ അടുത്തേക്ക് വന്നിട്ട് അലീനെ പിടിച്ച് ഒറ്റ ഇറങ്ങ് വെച്ചു കൊടുക്കണം. എന്നിട്ട് മുത്തശ്ശിയോട് ചോദിക്കുന്നുണ്ട്, അതെ ഈ നിൽക്കുന്ന പെൺകുട്ടി ആരാണെന്ന് നിങ്ങൾക്കറിയാമോ എന്ന് ചോദിക്കും. അപ്പോൾ മുത്തശ്ശിക്കൊന്നും മനസ്സിലാവുന്നില്ല. മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, എന്താ ബാലചന്ദ്ര, നിനക്ക് എന്താ പറ്റിയത് എന്ന് ചോദിക്കുന്നുണ്ട് മുത്തശ്ശി. അപ്പോൾ ബാലചന്ദ്രൻ പറഞ്ഞിട്ട്, ഇവൾ ആരാണെന്നുള്ള കാര്യം നിങ്ങൾക്കറിയില്ലല്ലോ, നിങ്ങളുടെ മകള് പിഴച്ചു പറ്റ സന്തതിയാണ് ഇവള് എന്ന് പറയും. എന്നാൽ അത് കേൾക്കുന്ന സമയത്തിന് മുത്തശ്ശിയും അതുപോലെ തന്നെ അലീനയും ആകെ അങ്ങനെ ഷോക്കായി നിൽക്കാണ്. ബാലചന്ദ്ര, നീ എന്തൊക്കെയാണ് ഈ വിളിച്ചു പറയുന്നത് എന്ന് ചോദിക്കും മുത്തശ്ശി. അലീനയ്ക്ക് ഏതായാലും കാര്യം മനസ്സിലായി. ബാലചന്ദ്രൻ എല്ലാ സത്യവും മനസ്സിലാക്കിയിരിക്കുന്നു എന്ന കാര്യം. സത്യമെല്ലാം മനസ്സിലാക്കിയതിനു ശേഷം തന്നെയാണ് ബാലചന്ദ്രന് ഇങ്ങനെ ഒരു മാറ്റം വന്നതെന്നുള്ള കാര്യം അലീന മനസ്സിലാക്കും. മുത്തശ്ശിക്കൊന്നും മനസ്സിലാവാതെ വീണ്ടും ബാലചന്ദ്രനോട് ചോദിക്കുന്ന സമയത്തിന് ബാലചന്ദ്രൻ പറഞ്ഞിട്ട്, വേണ്ടമ്മേ, ഇനി നിങ്ങളൊന്നും എന്നെ ബോധ്യപ്പെടുത്തണമെന്നില്ല. എല്ലാ സത്യങ്ങളും മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. എല്ലാ സത്യങ്ങളും നിങ്ങളുടെ മകന്റെ വായിൽ നിന്ന് മനസ്സിലാക്കിയതിനു ശേഷം തന്നെയാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കുന്നത് എന്ന് പറയും. നിങ്ങൾ എല്ലാവരും ചേർന്നിട്ട് ഒരു കുടുംബം മൊത്തം, എന്റെ ഭാര്യ അടക്കം ഒരു കുടുംബം മൊത്തം എന്നെ ചതിക്കുമായിരുന്നില്ലേ, എന്നെ വഞ്ചിക്കുമായിരുന്നില്ലേ, നിങ്ങളെല്ലാം ചേർന്നിട്ട് എന്നെ ഒരു പൊട്ടനാക്കുമായിരുന്നില്ലേ, എന്നെ ഒരു കോമാളിയാക്കുമായിരുന്നല്ലേ. വൈജയന്തിയെ ഞാൻ എത്രമാത്രം ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചു, എന്നിട്ട് പോലും അവൾ പോലും എന്നെ ചതിക്കുമായിരുന്നു. 22 വർഷം മുൻപേ തന്നെ ഒരു കുഞ്ഞിന് ജന്മം നൽകിയിട്ട് ആ പിഴച്ചവളായിരുന്നല്ലേ നിങ്ങളെല്ലാവരും ചേർന്നിട്ട് എന്റെ തലയിൽ അങ്ങ് കെട്ടിവെച്ചിരുന്നത്. നിങ്ങളോടൊക്കെ ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടായിരുന്നു അത്രയും വലിയൊരു ചതി നിങ്ങളെല്ലാം ചേർന്നിട്ട് എന്നോട് ചെയ്തിരുന്നത്. അവൾക്കെങ്കിലും എന്നെങ്കിലും ആ ഒരു സത്യം എന്നോട് തുറന്നു പറയായിരുന്നു. പക്ഷെ അവൾ ഇതുവരെ അത് ചെയ്തിട്ടില്ല. ഇപ്പോ ഒരു കാര്യം എനിക്ക് സത്യമായി, ഇന്നേ വരെ അവൾ ഒരിക്കലും എന്നെ സ്നേഹിച്ചിട്ടില്ല. ഒരിക്കൽ പോലും വൈജയന്തി എന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നിങ്ങനെ ബാലചന്ദ്രൻ പറയുന്ന സമയത്തന്നെ മുത്തശ്ശി ഒന്നും വേണ്ടാതെ അങ്ങനെ തലകുനിച്ച് നിന്നു പോവാണ്. കാരണം വൈജയന്തിയുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു തെറ്റ് പറ്റിയിരിക്കുന്നു എന്ന കാര്യം മുത്തശ്ശിക്ക് അറിയാമല്ലോ. മുത്തശ്ശി അടക്കം എല്ലാവരും അത് ബാലചന്ദ്രനിൽ നിന്ന് മറച്ചു വെച്ചതായിരുന്നില്ലേ. സത്യമല്ല ബാലചന്ദ്രനെ മനസ്സിലാക്കിയിരിക്കുന്നു എന്നറിയുന്നതോടുകൂടി തന്നെ മുത്തശ്ശിക്കും ആ ഒരു സങ്കടം സഹിക്കാൻ കഴിയുന്നില്ല. വൈജയന്തിയെ ന്യായീകരിച്ചു കൊടുത്തിട്ട് മുത്തശ്ശി ഇങ്ങനെ പറയാൻ ശ്രമിക്കുന്നുണ്ട്. അത് പിന്നെ ബാലചന്ദ്ര, അവൾക്കൊരു കയ്യബദ്ധം എന്ന് പറയുമ്പോഴേക്കും ബാലചന്ദ്രൻ പറയുന്നുണ്ട്, വേണ്ടമ്മേ, ഇനി നിങ്ങൾ ആരും ഒന്നും പറയണ്ട എന്നോട്. ഓരോന്ന് പറഞ്ഞ് എന്നെ തെറ്റിദ്ധരിപ്പിക്കാനും നോക്കണ്ട. കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി. നിങ്ങൾ എല്ലാവരും ചേർന്നുകൊണ്ട് തന്നെയാണ് എന്നെ ചതിച്ചത്. 22 വർഷമായിട്ട് എൻ്റെ ഭാര്യ, എൻ്റെ മക്കള്, എൻ്റെ ജീവിതം എല്ലാം നിങ്ങൾ നശിപ്പിച്ചില്ലേ. എല്ലാം നിങ്ങൾ അങ്ങ് തൊലച്ചു കളഞ്ഞില്ലേ. നിങ്ങളുടെ ചതി കാരണം ജീവിതം നഷ്ടമായ 2 പേരാണ് ഞാനും ഇവളും. പാവം, നിങ്ങളൊക്കെ കാരണം ഈ പാവം പെണ്ണിന് 22 വർഷമായിട്ട് വെറും ഒരു അനാഥാലയത്തിൽ കഴിയേണ്ടി വന്നില്ലേ. എന്നിട്ട് ഈ കുട്ടി മരിച്ചുപോയി എന്നല്ലേ നിങ്ങളെല്ലാവരെയും പറഞ്ഞ് വിശ്വസിപ്പിച്ചിരുന്നത്. 22 വർഷത്തെ ഈ കുട്ടിയുടെ ജീവിതം, ഈ കുട്ടിയുടെ ഭാവി എല്ലാം നിങ്ങളങ്ങ് നശിപ്പിച്ചു കളഞ്ഞില്ലേ. ഇപ്പതേ സ്വന്തം അമ്മയെ അന്വേഷിച്ച് അവൾ ഇങ്ങോട്ടേക്ക് വന്നപ്പോഴേക്കും സ്വന്തം അമ്മയുടെ മുന്നിൽ വെച്ച് ഒരു വേലക്കാരിയായിട്ടല്ലേ അവൾ ഇവിടെ നിൽക്കുന്നത്. അവളുടെ മാനസികാവസ്ഥയെ പറ്റിയിട്ട് നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്നൊക്കെ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് ചോദിക്കാണ് ബാലചന്ദ്രൻ. സത്യമെല്ലാം മനസ്സിലാക്കിയിട്ട് പോലും ആ ഒരു അച്ഛന്റെ സ്നേഹത്തിൽ യാതൊരുവിധ കുറവും വരാതെ തന്നെ ബാലചന്ദ്രൻ തനിക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ അലീനക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. എന്നാലും ഉള്ളിൻ്റെ ഉള്ളിൽ ഈ ഒരു സത്യം എല്ലാവരും അറിഞ്ഞല്ലോ എന്ന ആ ഒരു വിഷമം കൂടി ഉണ്ടാവട്ടെ അലീനക്ക്. അങ്ങനെ അലീന സങ്കടപ്പെട്ട് കരയുന്ന സമയത്തും ബാലചന്ദ്രൻ അലീനയുടെ മുഖത്ത് നോക്കിയിട്ട് മുത്തശ്ശിയോട് പറഞ്ഞിട്ട്, അങ്ങനെ നിങ്ങൾ എല്ലാവരും ചേർന്ന് കൊണ്ട് ചതിച്ചത്, ഇല്ലാതാക്കിയത് ഞങ്ങളുടെ 2 പേരുടെയും ജീവിതമാണ്. അവൾക്ക് അവളുടെ ജീവിതം പോലും നഷ്ടപ്പെട്ടു. എനിക്കാണെങ്കിൽ 10-22 വർഷമായിട്ട് എന്നെ ചതിക്കുമായിരുന്നില്ലേ. അതുകൊണ്ട് എനിക്ക് എൻ്റെ ജീവിതം നഷ്ടപ്പെട്ടു. ഞാൻ പടുത്തുയർത്തി എല്ലാം എനിക്ക് നഷ്ടപ്പെട്ടു. അത്രത്തോളം ആഗ്രഹിച്ച് സ്വന്തമാക്കിയതായിരുന്നു ഞാൻ വൈജയന്തിയെ. അങ്ങനെ ഞാൻ ഒരുപാടധികം സ്നേഹം നടിച്ച് അവളുടെ പുറകെ പോയെങ്കിലും ആ സമയത്തൊന്നും നിങ്ങൾ ആ ഒരു കല്യാണത്തിന് എന്നെ സമ്മതിപ്പിച്ചില്ല. അങ്ങനെ ഞാൻ ഒരുപാടധികം ആഗ്രഹിച്ച് അവളെ സ്വന്തമാക്കാൻ കൊതിച്ചെങ്കിൽ പോലും ആ സമയത്തൊന്നും നിങ്ങൾ ആ ഒരു കല്യാണത്തിന് സമ്മതിച്ചിരുന്നില്ല. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നിങ്ങൾ തന്നെ ഇങ്ങോട്ടേക്ക് വന്നിട്ട് ആ ഒരു കല്യാണത്തിന് സമ്മതമാണെന്ന് അറിയിച്ചപ്പോൾ അതിനെ പിന്നിൽ ഇത്രയും വലിയൊരു ചതി ഒളിച്ചിരിപ്പുണ്ടെന്നൊന്നും ഞാൻ അറിഞ്ഞില്ല. അത് നിങ്ങളുടെ വലിയൊരു ഗൂഢലക്ഷ്യമാണെന്നൊന്നും ഞാൻ അറിഞ്ഞിരുന്നില്ല. അങ്ങനെ എല്ലാവരും ചേർത്തിട്ട് അങ്ങനെ ഒരു ചതി എന്നോട് ചെയ്ത സമയത്ത് ഈ ഒരു 10-22 വർഷത്തിനിടയ്ക്ക് എപ്പോഴെങ്കിലും അവൾക്ക് ഈ ഒരു സത്യം എന്നോട് തുറന്നു പറയാമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ബാലചന്ദ്രൻ ഇങ്ങനെ നിർത്താതെ സങ്കടം പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അത് കേൾക്കുമ്പോൾ മുത്തശ്ശിക്കും സങ്കടം സഹിക്കാൻ കഴിയുന്നില്ല. ബാലചന്ദ്രന്റെ സങ്കടം കാണുന്ന സമയത്തിന് ബാലചന്ദ്രനെ എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കുമെന്ന് പോലും മുത്തശ്ശിക്കറിയില്ല. അങ്ങനെ 3 പേരും ഭയങ്കര കരച്ചിലായിരിക്കും. എന്നെങ്കിലും ഒരിക്കൽ വൈജയന്തിയുടെ ഈ ഒരു രഹസ്യം എല്ലാവരും അറിയുന്ന മുത്തശ്ശിക്ക് അറിയാമായിരുന്നു. പക്ഷേ പെട്ടെന്ന് ബാലചന്ദ്രൻ ഇതെങ്ങനെ കണ്ടുപിടിച്ചു എന്നുള്ളതൊന്നും അവർക്കറിയില്ല. എന്നാൽ അത് ബാലചന്ദ്രൻ തന്നെ നേരിട്ട് കണ്ടുപിടിക്കുമെന്ന കാര്യം മുത്തശ്ശി പ്രതീക്ഷിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല. ഇനി തന്റെ മകളുടെ ഭാവി എന്തായിരിക്കും, തന്റെ മകളുടെ ജീവിതം എന്തായിരിക്കും.
ബാലചന്ദ്രൻ സത്യമെല്ലാം മനസ്സിലാക്കിയെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വൈജയന്തി ഒരിക്കലും ജീവിച്ചിരിക്കില്ല. വൈജയന്തിക്ക് ഒരിക്കലും പിന്നെ ബാലചന്ദ്രന്റെ മുഖത്തേക്ക് പോലും നോക്കാൻ കഴിയില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യും എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ മുത്തശ്ശി സങ്കടപ്പെട്ട് ഇങ്ങനെ കരയായിരിക്കും. ബാലചന്ദ്രൻ അവിടെ നിന്നങ്ങ് പോയതിനു ശേഷം മുത്തശ്ശി അലീനെ കെട്ടിപ്പിടിച്ച് കരയാണ്. ബാലചന്ദ്രൻ പറയുന്ന ആ ഒരു സമയത്താട്ട് മുത്തശ്ശി അറിയുന്നത് വൈജയന്തിയുടെ സ്വന്തം മകളാണ് അലീന എന്ന സത്യം. അതുകൊണ്ട് തന്നെ ആ ഒരു സ്നേഹത്തോടെയും ആ ഒരു വാത്സല്യത്തോടു കൂടി തന്നെയായിരിക്കും മുത്തശ്ശി അലീനെ ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്നത്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, മോളെ, എന്റെ പൊന്നു മോളെ, അപ്പോൾ നീ എന്റെ സ്വന്തം കൊച്ചുമോളായിരുന്നോ? നിനക്കെങ്കിലും ഈ ഒരു സത്യം എന്നോട് തുറന്നു പറയാമായിരുന്നില്ലേ? നീ എന്നെ മുത്തശ്ശി എന്ന് വിളിക്കുമ്പോഴും നീ എൻ്റെ അടുത്തേക്ക് വരുമ്പോഴൊക്കെ എനിക്കൊരു പ്രത്യേക ഫീലായിരുന്നു. അപ്പോൾ രക്തം രക്തത്തെ തിരിച്ചറിയുമെന്ന പോലെ നീ എൻ്റെ സ്വന്തം കൊച്ചുമകളായിരുന്നല്ലേ എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശി അലീനെ ഇങ്ങനെ കെട്ടിപ്പിടിക്കാണ്. എന്നിട്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് തന്നെ രണ്ടും മുഖത്തും ഒരു ഉമ്മ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, അപ്പോൾ കുഞ്ഞിരാമേട്ടൻ എല്ലാം മനസ്സിൽ കണക്ക് കൂട്ടിക്കൊണ്ട് തന്നെയാണല്ലേ നിന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്? അദ്ദേഹത്തിന് എല്ലാം അറിയാമായിരുന്നില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കട്ടെ മുത്തശ്ശി ഇങ്ങനെ കരയുന്നത്. അപ്പോൾ മുത്തശ്ശിയുടെ വാക്കെല്ലാം സമ്മതിച്ചുകൊണ്ട് തന്നെ അലീന നേരെ മുത്തശ്ശിയുടെ കാല് പിടിച്ചിങ്ങനെ കരഞ്ഞു പറയുന്നുണ്ട്, മുത്തശ്ശി എന്നോട് ക്ഷമിക്കണം. ഞാൻ ഒരിക്കലും ഈ കുടുംബം തകരണമെന്നൊന്നും ചിന്തിച്ചില്ല. ഞാൻ ഈ ഒരു കാര്യം ഒരിക്കലും ബാലചന്ദ്രൻ സാറോട് പറഞ്ഞിട്ടുമില്ല. മുത്തശ്ശൻ എന്നെ കാണാൻ വന്നിരുന്നു. അങ്ങനെ എൻ്റെ മുത്തശ്ശനാണ്, എൻ്റെ മുത്തശ്ശിയാണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി. അങ്ങനെ ഇങ്ങോട്ടേക്ക് വന്നിട്ട് എൻ്റെ അമ്മയൊന്ന് നേരിട്ട് കാണണമെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചിരുന്നുള്ളൂ. അല്ലാതെ നിങ്ങളെ എല്ലാവരെയും എല്ലാ സത്യവും അറിയിച്ചിട്ട് നിങ്ങളെ ആരുടെയും മനസ്സ് വിഷമിപ്പിക്കണമെന്ന് ഞാൻ ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടില്ല. പിന്നെ ബാലചന്ദ്രൻ സാർ എങ്ങനെയാണ് ഈ ഒരു സത്യം മനസ്സിലാക്കിയതെന്നുള്ള കാര്യമൊന്നും എനിക്കറിയില്ല മുത്തശ്ശി എന്നോട് മാപ്പാക്കണമെന്നൊക്കെ പറഞ്ഞ് കാല് പിടിച്ചിങ്ങനെ മാപ്പ് പറയുന്നുണ്ട് അലീന. സത്യമെല്ലാം മനസ്സിലാക്കിയതിനു ശേഷം ബാലചന്ദ്രൻ ഏതായാലും പിന്നീട് പുതിയൊരാളായിരിക്കും. എല്ലാവരോടും ഭയങ്കര ദേഷ്യത്തോടും വെറുപ്പോടും കൂടി മാത്രമായിരിക്കും കേട്ടോ ബാലചന്ദ്രൻ പിന്നീട് പെരുമാറുന്നത്. അലീനയോട് മാത്രമായിരിക്കും സ്നേഹത്തോടെയെന്ന് പെരുമാറുന്നത്. മുത്തശ്ശിയോട് പോലും വളരെ മോശം രീതിയിൽ ഇങ്ങനെ ബാലചന്ദ്രൻ പെരുമാറുന്ന സമയത്തിന് മുത്തശ്ശിക്കത് സഹിക്കാൻ പറ്റാത്ത അത്ര സങ്കടമായിരിക്കും. കാരണം ഇത്ര കാലം ബാലചന്ദ്രൻ വളരെയധികം സ്നേഹത്തോടു കൂടെ മാത്രമല്ലേ മുത്തശ്ശിയോട് പെരുമാറിയിട്ട് സംസാരിച്ചിട്ടൊക്കെയുള്ളൂ. പക്ഷേ ഈ ഒരു കാലത്തിന് ശേഷം വളരെ മോശം രീതിയിലായിരിക്കും ബാലചന്ദ്രൻ പെരുമാറുന്നത്. പിന്നീട് അത് മുത്തശ്ശിക്ക് മനസ്സിലാവുകയാണ്. ഈ ഒരു സങ്കടം, ഈ ഒരു ദേഷ്യം കൊണ്ട് മാത്രമാണ്, ഈ ഒരു സങ്കടം സഹിക്ക വയ്യാതെയാണ് ബാലചന്ദ്രന്റെ ഈ ഒരു സ്വഭാവം മാറിയതെന്നുള്ള കാര്യം മുത്തശ്ശിക്ക് മനസ്സിലാവും. അങ്ങനെ മുത്തശ്ശി ബാലചന്ദ്രനോട് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്, ഈ ഒരു കാര്യം ഒരിക്കലും വൈജയന്തി അറിയരുത് എന്നുള്ള കാര്യമൊക്കെ മുത്തശ്ശി ബാലചന്ദ്രനോട് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ സത്യമെങ്ങാനും വൈജയന്തി അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും വൈജയന്തി ജീവനോടെ ഇരിക്കില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് ഈ ഒരു കാര്യം വൈജയന്തി അറിയിക്കരുത് എന്ന് ബാലചന്ദ്രനോട് പറയും. ബാലചന്ദ്രൻ ഏതായാലും ഈ ഒരു കാര്യം വൈജയന്തി അറിയിക്കുന്നില്ലെങ്കിൽ പോലും അതൊക്കെ മനസ്സിൽ വെച്ച് ആ ഒരു ദേഷ്യവും പകയും വെറുപ്പും മാത്രമായിരിക്കും കേട്ടോ പിന്നീട് ബാലചന്ദ്രൻ വൈജയന്തിയോട് കാണിക്കുന്നത്. അതുപോലെ തന്നെ അലീനയോട് ഭയങ്കര സ്നേഹമായിരിക്കും. ഒരു അച്ഛൻ എങ്ങനെയാണോ മകളെ സ്നേഹിക്കുന്നത് അതിന്റെ ഇരട്ടിയായിട്ടായിരിക്കും ബാലചന്ദ്രൻ അലീനയെ സ്നേഹിക്കുന്നത്. സ്വന്തം മക്കളെക്കാൾ കൂടുതൽ പ്രാധാന്യം അലീനക്ക് കൊടുക്കുന്നുണ്ട്. അലീനക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട്. അങ്ങനെ അലീനയോട് പ്രത്യേക ഒരു കൺസെഷനും പ്രത്യേക ഒരു സ്നേഹമെല്ലാം തന്നെ ബാലചന്ദ്രൻ കാണിക്കുന്നത് കാണുമ്പോൾ വൈജയന്തിക്ക് വല്ലാതെ അരിശവും ദേഷ്യമൊക്കെ തോന്നും. ബാലചന്ദ്രൻ വൈജയന്തിയെ മൈൻഡ് പോലും ചെയ്യാതെ അലീനയോട് ഇങ്ങനെ സ്നേഹപ്രകടനമെല്ലാം കാണിക്കുന്ന സമയത്തും അവളോട് ഇങ്ങനെ സ്നേഹത്തോടെ സംസാരിക്കുന്നതെല്ലാം കാണുന്ന സമയത്തിന് വൈജയന്തിക്ക് ദേഷ്യം വരും. അങ്ങനെ സഹിക്കെട്ട് ബാലചന്ദ്രനും അലീനയും തമ്മിൽ അവിഹിതമുണ്ട് എന്ന് കള്ളക്കഥ പറഞ്ഞുണ്ടാക്കിയിട്ട് വൈജയന്തി അലീനെ അവിടെ നിന്നും ആട്ടിപ്പായിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡൊക്കെ വരുന്നുണ്ട് കേട്ടോ. അതിനുശേഷം അവിടെ നിന്നും ഇറങ്ങിപ്പോയതിനു ശേഷം അലീന പിന്നെ പോകുന്നത് അലീനയുടെ സ്വന്തം അച്ഛൻ്റെ അടുത്തേക്കായിരിക്കും. വൈജയന്തിയെ ആദ്യം കല്യാണം കഴിച്ചിരിക്കുന്ന ആ ഒരു ലാലിച്ചന്റെ അടുത്തേക്കായിരിക്കും. അവിടെ ചെന്നതിന് ശേഷം പിന്നീട് അലീനക്ക് വളരെയധികം സന്തോഷകരമായിട്ടുള്ള ഒരു ജീവിതം തന്നെയായിരിക്കും. അതിൻ്റെയൊക്കെ എപ്പിസോഡ് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. ഏതായാലും ഇനി അടിപൊളി സൂപ്പർ എപ്പിസോഡൊക്കെ തന്നെയാണ് വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ.